നമുക്ക് നല്ല മാതാവും നല്ല പിതാവും ഒക്കെ ആകേണ്ടതില്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ കാണുന്നത് ആ പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഞാനൊരു നല്ല ഉമ്മയാവുക? ഞാൻ നിങ്ങളോടൊരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ. എന്താണ് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങൾ? നിങ്ങൾക്കൊരു പക്ഷെ മറുപടി പറയാൻ കഴിഞ്ഞേക്കാം. താജ്മഹൽ എന്നും ചൈനയിലെ വൻമതിൽ എന്നും പാരീസിലെ ഇഫൽ ടവർ എന്നും പിസാ ഗോപുരം എന്നും ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന 7 മഹാത്ഭുതങ്ങൾ ഒരു ഉമ്മയ്ക്കുണ്ടാകേണ്ടതാണ്. ആ കഴിവുകൾ അള്ളാഹു നമുക്ക് മാത്രം നൽകിയ പ്രത്യേക കഴിവുകൾ, മനുഷ്യന് മാത്രം നൽകിയ കഴിവുകൾ. ആ 7 ലോകാത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതില്ലേ? ടു സീ, കാണാനുള്ള കഴിവ്. ടു ഹിയർ, കേൾക്കാനുള്ള കഴിവ്. ടു ടോക്ക്, സംസാരിക്കാനുള്ള കഴിവ്. ടു ലാഫ്, ചിരിക്കാനുള്ള കഴിവ്. ടു ലവ്, സ്നേഹിക്കാനുള്ള കഴിവ്. ടു ഫീൽ, അത് അനുഭവിച്ചറിയാനുള്ളത്. ടു ടച്ച്, സ്പർശിക്കാനുള്ള കഴിവ്. ആ 7 ലോക മഹാത്ഭുതങ്ങൾ നമ്മളിലില്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ കഴിവുകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കണ്ണിന്റെ ഒരു ശക്തി. ഒരുപക്ഷെ ഒരുപാട് കവികളും ഒരുപാട് കലാകാരന്മാരും ഇത്രയേറെ വർണ്ണിച്ച മറ്റൊരു സെൻസ് ഓർഗൻ നമുക്കുണ്ടായിരിക്കില്ല. ഈ കണ്ണിന്റെ അത്ര പവറുള്ള ഒരൊറ്റ ലെൻസും ഇത്രയേറെ ശാസ്ത്രം വികസിച്ചിട്ടും ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ എത്രയോ അന്ധന്മാർക്ക് കണ്ണിന് കാഴ്ച കിട്ടിയേനെ. പക്ഷെ ഈ കണ്ണിൽ നിന്നും കണ്ണിലേക്ക്, മറ്റൊരാളുടെ കണ്ണിലേക്ക് പ്രവഹിക്കുന്ന ഒരു തരംഗമുണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കുമിടയിൽ അത്തരം ഒരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ശരീരം മാത്രമല്ല, അവന്റെ മനസ്സും കാണാനുള്ള ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കുക. അവന്റെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും അവന്റെ ആഗ്രഹങ്ങളും കാണാനുള്ള ഒരു കണ്ണുണ്ടായിരിക്കുക. അവനെ കേൾക്കാനുള്ള ഒരു കാതുണ്ടായിരിക്കുക. പടച്ചതമ്പുരാൻ പറഞ്ഞു നമ്മളോട്, അധികം പറയണ്ട, നീ കുറെ കേൾക്കൂ. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയാണ് 2 കാതുകളും ഒരൊറ്റ നാവും തന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും മറ്റെല്ലായിടത്തും ക്ഷമ കാണിച്ചാലും നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരുപാട് പറയും. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉമ്മമാർക്കുണ്ടാവാറില്ല. നീ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഈ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ കമാൻഡ്സ് ആണ് നമ്മൾ പലപ്പോഴും, ആജ്ഞകളാണ് പലപ്പോഴും നമ്മൾ കൊടുക്കാറ്. നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ ഒരു കുഞ്ഞു തെറ്റ് ഒരു ഉമ്മയ്ക്ക് പറ്റിയാൽ, മക്കൾക്ക് പലപ്പോഴും തെറ്റുപറ്റും, നമ്മൾ ശാസിക്കാറുണ്ട്. മക്കൾക്ക് തെറ്റുപറ്റിയാൽ ശാസിക്കുന്നിടത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ച് ഓടി വന്നാൽ അപ്പോഴത്തെ ദേഷ്യത്തിന് ഉമ്മ ഒന്ന് കൊടുക്കും, ബാക്കി വാപ്പ വരട്ടെടാന്ന് പറയും. അഥവാ ഇപ്പൊ കിട്ടിയത് പോരാ, വാപ്പ വരുന്നവരെ മാനസികമായി അവൻ എന്തോ അനുഭവിക്കണം, വിഷമം അനുഭവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളോടാണ് അങ്ങനെ ഒരാൾ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫീൽ, ടു ഫീൽ, അനുഭവിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരും, ഞാനോ നിങ്ങളോ നല്ല ഉമ്മയോ വാപ്പയോ ആണെന്ന് പറയേണ്ടത് നമ്മുടെ മക്കളാണ്, നമ്മളല്ല. ഞാൻ ഉമ്മയോ നല്ല വാപ്പയാണ്, ഞാൻ നല്ലൊരു ഉമ്മയാണെന്ന് പറയേണ്ടത് എന്റെ മക്കളാ. കാരണം എന്നിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നത് എന്റെ മക്കൾക്കാണ്. ആ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ നോക്കുക. പലപ്പോഴും ഇന്ന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടും അവർ പല പ്രണയ കേസുകളിലും അവിഹിത ബന്ധങ്ങളിലും ചെന്ന് ചാടുമ്പോൾ പറയാറുള്ളത്, എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. എന്താണ് സ്നേഹം? ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ കൊടുക്കുന്ന പൈസയിലോ നിങ്ങൾ കൊടുത്ത സൗകര്യത്തിലോ നിങ്ങളുടെ ബാക്കി എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടല്ലാതെ, പക്ഷെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അനുഭവവേദ്യമായ സ്നേഹം അതവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് സ്നേഹം എന്നൊരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി, തീർച്ചയായും തെറ്റിപ്പോയി. അവർക്ക് അനുഭവിക്കാൻ കഴിയണം നിങ്ങളിൽ നിന്ന്. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ. അവിടെയാണ് ടച്ച് ഹങ്കർ. എ ചൈൽഡ് നീഡ് എ ടച്ച്, എപ്പോഴും സ്പർശനം. ഓരോ മനുഷ്യക്കുഞ്ഞു മാത്രമല്ല, ഈ ഭൂമിയിലെ ഏത് ജീവിയും ആഗ്രഹിക്കുന്നു ടച്ച്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ആദ്യമായിട്ട് ഏത് കുഞ്ഞും ചെയ്യുക, ഏത് മൃഗവും ചെയ്യുക, തന്റെ കുഞ്ഞിനെ നക്കി തുറത്തുകയാണ്. നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ ചൂട് പകരുന്നു. ഈ സ്പർശനം വളരുമ്പോഴും അവർക്ക് ആവശ്യമുണ്ട്. എത്ര വളർന്നാലും സ്പർശനത്തിന് ഒരു മഹാശക്തിയുണ്ട്. നമ്മുടെ വിരൽത്തുമ്പുകൾക്ക് ഒരു മഹാശക്തിയുണ്ട്. ആ സ്പർശനം കൊണ്ട് അവരെ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഒരു സംഗീത സാന്ദ്രമായ ഒരു ലോകത്തേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ആ സ്പർശനം നമുക്ക് നല്ല രൂപത്തിൽ കൊടുത്താൽ. ഇന്നൊരു പക്ഷെ പലപ്പോഴും അടിയൊടുക്കുന്ന, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്ന, ആക്രോശിക്കുന്ന മാതാപിതാക്കളെയാണ് കാണുക. രണ്ടാമതൊന്ന്, നമ്മൾ സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ടു ലവ്, എങ്ങനെയാണ് സ്നേഹിക്കുക? നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ നമ്മൾ സ്നേഹം കൊടുക്കുക. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഇന്ന് ഏത് കാര്യത്തിലും അങ്ങനെയാണ്, കൊടുക്കുന്നതേ കിട്ടൂ. നമ്മൾ ആലോചിക്കുക, നമ്മൾ കൊടുക്കുക, നമ്മുടെ സ്നേഹം വാരിക്കോരി കൊടുക്കുക. ഒരാളും സ്നേഹിച്ചത് കൊണ്ട് ഈ ലോകത്ത് വഷളായി പോയിട്ടില്ല. തോമസ് ആൽവ എഡിസൺ
നമുക്കറിയാം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്ത് നടത്തിയ, നമുക്ക് ഈ ലോകത്ത് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തന്ന മനുഷ്യൻ 6-7 സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ട് ഓടി വന്നു. എല്ലാ ക്ലാസ്സുകളിലും ശല്യക്കാരനായിരുന്നു. ക്ലാസ്സിൽ ശരിക്കിരിക്കാനോ പഠിക്കാനോ പറ്റാത്തൊരു കുഞ്ഞായിരുന്നു. 6ാമത്തെ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ അമ്മ പറഞ്ഞതായിരുന്നു, മകനെ നിന്നെ എനിക്ക് വേണം, നീ എന്റെ മകനാണ്, നിന്നെ എനിക്ക് വേണം. അങ്ങനെ ആ അമ്മ കെട്ടിപ്പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകം കാണുന്ന ഒരു മഹാശാസ്ത്രജ്ഞനായിട്ട് നമുക്ക് എഡിസനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നാം എങ്ങനെയാണോ നമ്മുടെ മക്കളോട് ഉള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്താണ്. നമുക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ. അവർ നമുക്ക് വേണ്ടിയാകുന്നത് അവർ തന്റെ ഇടത്തോടുകൂടി ഈ ലോകത്തെ നേരിടുമ്പോഴാണ്. അങ്ങനെ നേരിടണമെങ്കിൽ തന്റെ ഇടമുള്ള മക്കളാക്കി വളർത്തണം. തന്റേതായ ഒരിടം സമൂഹത്തിലും വ്യക്തിതലത്തിലും സ്വന്തം കുടുംബജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കുന്നവരാണ് തന്റെ ഇടമുള്ളവർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞിന് കോൺഫിഡൻസ് പകരേണ്ടതിന് പകരം അവരെ അവരുടെ സർഗാത്മകതയെ ഇടിച്ചു താഴ്ത്തുകയല്ലേ ചെയ്യാറ്. കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ അവൻ ജനലിൽ പിടിച്ച് കയറാൻ പോയപ്പോൾ നീ പറഞ്ഞു, കയറരുത്, വീഴും. അവൻ വീഴുമെന്നുള്ളതല്ല, നമുക്ക് വീണാൽ അപകടം പറ്റിയാൽ നമ്മൾ എടുത്ത് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ പ്രശ്നം. അതേസമയം നാം കൈപിടിച്ചവനെ കയറ്റുകയും അവന്റെ ഉയർച്ചയിൽ നാം സന്തോഷിക്കുകയും മെല്ലെ ഇറക്കിയിട്ട് പറയാണ്, നമ്മൾ കൂടെയുള്ളപ്പോൾ നിനക്ക് കയറാം, ഇല്ലെങ്കിൽ എന്റെ മോൻ വീഴും, അപ്പോൾ വാവു ഉണ്ടാവും എന്ന് നമുക്ക് ആശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞാൽ അവന് നാളെയുള്ള അവന്റെ വ്യക്തി ജീവിതത്തിൽ എല്ലാ ഉയരങ്ങളെയും കീഴടക്കാനുള്ള ആത്മവിശ്വാസം അവനുണ്ടാകും. ഈ ആത്മവിശ്വാസമാണ് നമ്മൾ പകരേണ്ടത്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒത്തിരി ആത്മവിശ്വാസം ആവശ്യമാണ്. എല്ലാറ്റിനെയും ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതെയാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്വന്തം ശരീരത്തെക്കുറിച്ചും സ്വന്തം മാനസികാവസ്ഥയെക്കുറിച്ചും സ്വന്തം ആദർശത്തെക്കുറിച്ചുമുള്ള ബോധമുണ്ടാക്കാൻ ഒരു ഉമ്മയ്ക്കാണ് കഴിയുക. നിങ്ങൾ വിധേയത്വത്തിന്റെ കെട്ടിയൊരുക്കലുകളല്ല പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവർക്ക് ആദർശം കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മഹിതമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മളിവിടെ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും കഥകളല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ള അവരെ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരെ ആത്മവിശ്വാസവും സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം നമ്മുടെ ഈ ആദർശം നമുക്ക് തന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് ഉയർന്നു വന്ന ഒരുപാട് മഹിളാമണികളുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നീ അങ്ങനെ ആകണ്ട എന്ന് പറയുന്നതിന് പകരം നീ ഇങ്ങനെയാകണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉമ്മയ്ക്ക് കഴിയണം. അങ്ങനെയാണ് ടു ടച്ച്, മനസ്സിലേക്കും അവരുടെ ശരീരത്തിലേക്കും. ടു ലവ്, ചിരിക്കുക മനുഷ്യന് മാത്രം അള്ളാഹു തന്ന കഴിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 60-ലധികം പേശികൾ ചലിച്ചാലേ ഒരു മനുഷ്യന് ചിരിക്കാൻ കഴിയൂ. നിങ്ങൾ എപ്പോഴാണ് ചിരിക്കാറ്? പലതരത്തിലുള്ള ചിരികളുണ്ട്. നിങ്ങളൊരു കുട്ടി കാണിക്കുന്ന വികൃതി കണ്ടിട്ട് ഒരു പുച്ഛിച്ചിട്ടാണ് ചിരിച്ചതെങ്കിൽ തന്റെ ഉമ്മയെ ആ പുച്ഛിച്ച ചിരിയോടെയാണ് അവൻ നാളെയും ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ ചിരിക്കുക. ആ ചിരി നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കണം. നിങ്ങൾ പരസ്പരം കളിയാക്കി ചിരിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഒരുവന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഒരു വാക്ക് വേണ്ട, ഒരു കളിയാക്കിയിട്ടുള്ള ചിരി മതി, ഒരു പരിഹാസ ചിരി മതി. അതൊരിക്കലും നമ്മൾ ഒരുപക്ഷെ വീടകങ്ങളിൽ നമ്മൾ ഓർക്കാറില്ല. പരസ്പരം കുത്തുവാക്കുകൾ പറയുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ എങ്ങനെയാണ് ആത്മവിശ്വാസമുള്ള നല്ല ഒരു കുട്ടി വളർന്നു വരിക? അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, അത്തരം ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. ഈ 7 അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അറിയാനും പറയാനും അത് തൊട്ടറിയാനും ഒക്കെയുള്ള ഒരു ശേപുഷി നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് മാറേണ്ടതില്ലേ? ചേഞ്ച് യുവർ തിങ്കിങ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക.